പ്രതികരിക്കുന്നവരായിട്ടല്ല, പ്രവർത്തിക്കുന്നവരായി രൂപാന്തരപ്പെടുകയും. മനുഷ്യൻ്റെ ആധ്യാത്മികവും ധാർമ്മികവുമായ അവസ്ഥകളിൽ വളരെയധികം ശ്രദ്ധ അർഹിക്കുന്ന ഒരു ചിന്താശകലമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇത് എൻ്റെ മനസ്സിൽ ജനിക്കുവാൻ കാരണമാക്കുന്നത് യേശുവിൻ്റെ ഒരു പ്രസ്താവനയാണ്. ആരെങ്കിലും ഒരാൾ നിൻ്റെ ചെകിട്ടത്തടിച്ചാൽ അവന് മറ്റ് ചെകിടും കൂടെ കാണിച്ചു കൊടുക്കുക. ഇംഗ്ലീഷ് അതിന് ഡോക്ട്രിൻ ഓഫ് ദി അതർ ചീക്ക്. ഡോക്ട്രിൻ ഓഫ് ദി അതർ ചീക്ക്. ഇഫ് എനിവൺ സ്ലാപ്സ് യു ഓൺ വൺ ചീക്ക്, ഷോ ഹിം ദി അതർ ഓൾസോ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പ്രതികരിക്കുന്നതിൽ ന്യായമുണ്ടോ, യുക്തിയുണ്ടോ, അർത്ഥമുണ്ടോ? ഇത് അനേകം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ ആ കാലം അത്രയും ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ എനിക്കറിയാൻ വയ്യായിരുന്നു എന്നതുകൊണ്ട് വേണ്ടതുപോലെ ഒരു വിശദീകരണം നൽകി അന്വേഷകരെ സഹായിക്കുന്നതിൽ ഞാൻ എക്കാലത്തും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു എന്ന യാഥാർത്ഥ്യം പരക്കെ സമ്മതിച്ചുകൊണ്ട്, ഭാഗ്യവശാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനേക്ക് വഴിയൊരുക്കി എന്ന ഒരു സന്തോഷം, അത് നിങ്ങളുമായി പങ്കിടുക. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന പ്രത്യാശയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. യേശുവിൻ്റെ ഈ പ്രസ്താവന മനസ്സിലാകണമെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു വ്യത്യാസം ആദ്യമേ നാം വളരെ കൃത്യമായി സംഗ്രഹിക്കണം. അതായത് പ്രതികരണവും പ്രവർത്തനവും തമ്മിലുള്ള ബന്ധമെന്താണ്, വ്യത്യാസമെന്താണ്? ഇംഗ്ലീഷിൽ ആക്ഷൻ എന്നും റിയാക്ഷൻ എന്നും പറയും. ആക്ഷൻ പ്രവർത്തനമാണ്, റിയാക്ഷൻ പ്രതികരണമാണ്. ഇത് നമ്മളെ വ്യത്യാസം ആദ്യമേ മനസ്സിലാക്കണം. അത് നമുക്ക് പ്രതികരണം എന്ന ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബാഹ്യമായ ഒരു സ്വാധീനം കൊണ്ട്, അത് രണ്ട് വിധത്തിലാകാം. നല്ല സ്വാധീനമാകാം, തീയതായ സ്വാധീനമാകാം. ഏതായാലും നമുക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന, നമുക്ക് ബാഹ്യമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ബാഹ്യലോകത്തിൽ നിന്ന് നമ്മെ സന്ദർശിക്കുന്ന, സ്പർശിക്കുന്ന ഘടകങ്ങൾ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് നാം എന്തു ചെയ്താലും അത് പ്രതികരണം മാത്രമാണ്. അതിൻ്റെ ഉദാഹരണമാണ് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരുത്തൻ ഒരു സാഹചര്യത്തിൽ വന്ന് എൻ്റെ ചെകിട്ടത്തടിച്ചു. ഒന്നുകിൽ അതിൻ്റെ തെറ്റുകൊണ്ടായിരിക്കാം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെ പ്രകോപിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മോന്തയുടെ ഷെയ്പ്പ് അദ്ദേഹത്തിന് ഇഷ്ടപിടിച്ചിട്ടില്ല എന്നോ എന്തുമായിക്കൊള്ളട്ടെ. അദ്ദേഹം എൻ്റെ ഒരു കന്നത്ത് അടിച്ചു. അത് ബാഹ്യലോകത്തിൽ നിന്ന് എനിക്ക് സംഭവിച്ച, എൻ്റെ മേൽ വന്നു പറ്റിയ ഒരു പ്രഹരമാണ്, ഒരു സ്വാധീനമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ മാത്രം കേന്ദ്രീകരിക്കുവാനുള്ള പ്രവണത മനുഷ്യ സ്വഭാവത്തിനുണ്ട്. ആരെങ്കിലും നമ്മുടെ കന്നത്ത് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ആകെപ്പാടെ അറിയുന്നത് നമ്മുടെ കന്നത്ത് അല്ലെങ്കിൽ ചെകിട്ടിലെ വേദന മാത്രമാണ്. നമുക്ക് മുഖത്തിൻ്റെ മറ്റ് ഭാഗങ്ങളില്ല, ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളില്ല, തലച്ചോറില്ല, ഹൃദയമില്ല, ആത്മാവില്ല. നാം അടികൊണ്ട ഭാഗമായി ചുരുങ്ങുകയാണ്. ആ ഭാഗം കൊണ്ട് മാത്രമാണ് പിന്നെ നാം ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. അടികൊണ്ട ഭാഗം നമ്മുടെ തലച്ചോറായി മാറുകയാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ട് എങ്കിലും അതിൽ സത്യത്തിൻ്റെ ഒരു കണികയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ
ഞാൻ എന്തു ചെയ്യും? എൻ്റെ ചെകിടിനുള്ള വേദന അത് ശമിക്കും, അല്ലെങ്കിൽ ശമിക്കണം എന്ന വിധത്തിൽ, അല്ലെങ്കിൽ ശമിക്കാൻ ഉപകരിക്കുമെന്ന വിധത്തിൽ സമൂഹത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചൊരറിവുണ്ട്. അതാണ് തിരിച്ചൊരടി കൊടുക്കുക. കഴിയുമെങ്കിൽ 1 ഡിഗ്രി കൂട്ടി ഒരു പിടപിടയ്ക്ക്. അപ്പോൾ എൻ്റെ ചെകിട് പുകഞ്ഞു, അവൻ്റെയും ചെകിട് പുകഞ്ഞു, 2 ചെകിടും പുകഞ്ഞു, സമാസമം സന്തോഷം. ഇതാണ് സമൂഹത്തിൽ നിൽക്കുന്ന കാഴ്ചപ്പാട്. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം യഥാർത്ഥത്തിൽ അനുഭവിക്കണമെങ്കിൽ, അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തിന് ശക്തിയും പ്രത്യേകതയും പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ധാരണകൾക്കും പ്രതികരണ രീതികൾക്കും അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളൊരു ആവശ്യമുണ്ട്. അത് സാധ്യമാണ്. അത് സാധ്യമാകണമെങ്കിൽ ചില കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ തിരിച്ചറിവുണ്ടാകണം. അതിലൊരു ഭാഗമാണ് നാം ഈ വീഡിയോയിൽ കൂടെ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എൻ്റെ ചെകിട്ടത്തെ ഒന്ന് അടിച്ചതുകൊണ്ട് ആ അടിയുടെ ചൂട് എന്നെ നന്നേ മഥിക്കുമ്പോൾ, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം എന്നെ പഠിപ്പിച്ച പ്രതികരണ രീതിയായ, പണ്ട് മുതലേ പറയാറില്ലേ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ ഒരു ചെകിട്ടടിക്ക് പകരം മറ്റൊരു ചെകിട്ടടി, ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാം. പക്ഷെ അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയോട് നീതി പാലിക്കാൻ കഴിയാതെ വരുന്നു എന്ന് മാത്രമല്ല, കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ, നമുക്ക് പ്രതികരിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുണ്ടാകുന്നു, പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതെയാകുന്നു. ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ആർക്കെങ്കിലും എന്നെ നിയന്ത്രിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ആകെപ്പാടെ ചെയ്യേണ്ടത് നിങ്ങളെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പ്രകോപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് എന്നത് എനിക്ക് നിശ്ചയിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരുന്ന് രസിച്ച് സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, 2-3 പേര്. ഞാൻ ഓൾറെഡി കടന്നു വന്ന് ഒരുത്തൻ്റെ ചെകിട്ടത്തൊരടി പാസ്സാക്കി. അപ്പോൾ എന്തു പറ്റി? ആ സാഹചര്യത്തെ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. ഒരുത്തരം ചെകിട്ടത്തടിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ആ സാഹചര്യത്തിന് നിയന്ത്രണം എൻ്റെ കയ്യിലാക്കുകയാണ്. എന്നാൽ എൻ്റെ ദുരുദ്ദേശമായ ആ സാഹചര്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന എൻ്റെ ദുരുദ്ദേശം വിജയിക്കാതിരിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് ലാക്കോടുകൂടെയാണ്, ഏത് താല്പര്യമനുസരിച്ചാണ്, ഏത് യുക്തി അനുസരിച്ചാണ് ആ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഇറങ്ങി വന്ന് ഈ അക്രമം കാണിച്ചുവോ, അതിനോട് പ്രതികരിക്കുന്നതിന് പകരം അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇത് അസാധ്യമാണ് എന്ന് തോന്നും. എന്നാൽ അത് ആകണം എന്നതാണ് യേശുവിൻ്റെ പക്ഷം. അപ്പോൾ പ്രതികരണം എന്താണെന്ന് ഏകദേശം നാം മനസ്സിലാക്കി. ബാഹ്യമായ ലോകത്തിൻ്റെ സമ്മർദ്ദം, സ്വാധീനം, സ്പർശനം, അതിൻ്റെ താല്പര്യങ്ങൾ നമ്മെ ഒരു വിധത്തിൽ മാത്രം പ്രതികരിക്കുവാൻ പ്രേരിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യുമ്പോൾ, നാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ മറന്നിട്ട്, നാം വിശ്വസിക്കുന്ന മർമ്മങ്ങളെയും അറിയുന്ന സത്യങ്ങളെയും മറന്നിട്ട്, ലൗകികമായ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ധാരണകൾക്ക് മാത്രം അനുസരിച്ച് ആ സാഹചര്യത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, നാം വാസ്തവത്തിൽ പ്രവർത്തിക്കുകയല്ല, പ്രതികരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്നത് മറ്റൊരാളും പ്രതികരിക്കുന്നത് നമ്മളുമാണ്. ആ മനുഷ്യൻ വന്ന് എൻ്റെ കന്നത്തടിച്ചത്, അവന് പലരുടെയും കന്നത്തടിച്ച് അവർ കഷ്ടപ്പെടുന്നത് കണ്ട് സന്തോഷിച്ച് സുഖിച്ച് പരിചയമുള്ള വ്യക്തി കൊണ്ടായിരിക്കാം.
അതവൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പം ഞാനവനെ പ്രകോപിപ്പിച്ചിട്ട് അവനെൻ്റെ കന്നത്തടിച്ചാൽ അത് മറ്റൊരു കാര്യമാണ്. അത് അവിടെ പ്രതികരിക്കുകയാണ്. ഇതൊന്നുമല്ല, അവൻ വന്നെൻ്റെ കന്നത്തടിച്ചു, അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അത് അവൻ പ്രവർത്തിക്കുകയാണ്. അവൻ പ്രവർത്തിക്കുന്ന എന്തിനാണ്? എന്നെക്കൊണ്ട് ഇപ്രകാരം പ്രതികരിപ്പിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ എന്നെക്കൊണ്ട് പ്രതികരിപ്പിച്ചാൽ എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ കന്നത്തൊന്ന് അടിച്ചിട്ട് അവൻ എന്ത് നേടാനാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുള്ള പരിപാടിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? അവൻ എൻ്റെ നിയന്ത്രണത്തിലാണ്. അവനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. ഇത് മനഃശാസ്ത്രമാണ്, 100% ഇത് മനഃശാസ്ത്രമാണ്. അപ്പോൾ അതാണ് പ്രതികരണം എന്ന് പറയുന്നത്. പ്രവൃത്തി എന്നാൽ എന്താണ്? ഇപ്പോൾ യേശു പഠിപ്പിച്ച ഉപമ, നല്ല ശമരിയക്കാരൻ്റെ ഉപമ. അവിടെ ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരിയിൽ മുറിവേറ്റ് കിടന്നു. ഒരു ശമരിയക്കാരൻ അതിലേ വന്നപ്പോൾ അവനത് കണ്ടിട്ട് അവനോട് മനസ്സലിഞ്ഞ് അവൻ്റെ ജീവൻ സംരക്ഷിക്കത്തക്ക വിധത്തിൽ ശുശ്രൂഷ ചെയ്തു. അത് പ്രതികരണമല്ല, അത് പ്രവൃത്തിയാണ്. അങ്ങനെ അവനോട് ചെയ്യാൻ അവൻ്റെ മേൽ യാതൊരു ഹേമവുമില്ല. അവനും ആ പുരോഹിതൻ്റെയും ലേവിൻ്റെയും കൂടെ കണ്ണടച്ച് നടന്നു പോയിരുന്നാൽ ആരും അവരോട് ചോദിക്കാനില്ല. അവനിൽ നിന്നൊരു സഹായം കിട്ടാനുള്ള യാതൊരു അവകാശമോ യോഗ്യതയോ അവിടെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ ഇല്ലതാനും. ബാഹ്യമായ യാതൊരു സമ്മർദ്ദവും ശമരിയക്കാരൻ്റെ മേൽ ഇല്ലാത്തപ്പോഴാണ് അവൻ അപ്രകാരം ആ ശുശ്രൂഷ ചെയ്യുന്നത്. അത് പ്രവൃത്തിയാണ്, പ്രതികരണമല്ല. എന്നാൽ അതേസമയം ശമരിയക്കാരൻ അതിലേ വന്നു. അവിടെ ഒരു പോലീസുകാരൻ നിന്നിരുന്നു. അവൻ പറഞ്ഞു, എടാ ശമരിയക്കാരാ, നിൻ്റെ കഴുതയില്ലേ? നീ കഴുതയുടെ പുറത്തിരിക്കുന്നല്ലോ. കഴുതയുടെ പുറത്തൊരു കഴുത എന്ന പോലെ ഇരിക്കാതെ നീ ഒന്ന് ഇറങ്ങിക്കേ. ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ മുറിവേറ്റ് നിണം വാർന്ന് കിടക്കുന്നത് നീ കണ്ടില്ലേ? അവന് വേണ്ട ശുശ്രൂഷ ചെയ്യില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ലാത്തി ഓങ്ങി അല്ലെ തോക്ക് കാണിച്ച് അവനത് ചെയ്തിരുന്നുവെങ്കിൽ അത് പ്രവൃത്തിയല്ല, പ്രതികരണമാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ യേശു പറയുന്നത് എന്താണ്? ആരെങ്കിലും നിൻ്റെ ഒരു ചെകിട്ടത്തടിച്ചു, അതവൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ നീ ഇപ്രകാരം പ്രതികരിക്കും എന്നത് അവനും സമൂഹത്തിലുള്ള എല്ലാവരും സങ്കല്പിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം എന്താണ്? ആരുകൾ തന്നെ തല്ല് കൊണ്ടിട്ട് തൂത്തുകൊണ്ട് പോകുന്നവൻ ഭീരുവാണ് എന്നൊരു ധാരണയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിമാനം നീ സംരക്ഷിക്കണം. എന്ത് ചെയ്യണം? അവനിട്ടൊരു പുട പിടയ്ക്കാം. അങ്ങനെ പിടയ്ക്കുന്നതുകൊണ്ട് നിനക്ക് നിൻ്റെ വേദന പോയോ? ഇല്ല. അവനൂടെ വേദന വന്നുകൊണ്ട് നിൻ്റെ വേദന കുറഞ്ഞോ? ഇല്ല. പിന്നെ എന്താണ്? സമൂഹം അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടി കൊണ്ട എനിക്ക് ഒരു ചെകിട് മാത്രമല്ല, എനിക്കൊരു വ്യക്തിത്വം കൂടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ സാഹചര്യത്തോട് ബന്ധം പുലർത്തുവാൻ സാധിക്കുമോ? സമൂഹം വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടോ മാനദണ്ഡങ്ങളോ അതിൻ്റെ അടിമയായിട്ടല്ല, പിന്നെയോ ഞാൻ പ്രാപിച്ചിരിക്കുന്ന ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾ, സാർവലൗകികമായ തത്വങ്ങൾ, യൂണിവേഴ്സൽ വാല്യൂസ് ആൻഡ് ഐഡിയൽസ്, ആദർശങ്ങൾ, അവ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളത് മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരവസരമായി ഞാനതിനെ കാണുമോ? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ ഈ ആത്മീയമായും ധാർമ്മികമായ ആദർശങ്ങളും മൂല്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങളുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, മോചനം പ്രാപിച്ച്, അതിനേക്കാൾ ഉദാത്തമായ ഒരു നിലപാട് വെളിപ്പെടുത്തുവാൻ സാധിക്കുമോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളെ അതിജീവിക്കുന്ന വിധത്തിൽ പ്രതികരിക്കണമെങ്കിൽ ഞാൻ ഒരുത്തൻ പ്രകോപിച്ചതിന് പ്രതികാരമായി അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്ന വിധത്തിൽ ഇടപെട്ടാൽ സാധ്യമല്ല, നിലപാട് സ്വീകരിച്ചാൽ സാധ്യമല്ല. പിന്നെയോ ഞാൻ അവൻ്റെ ആ
അക്രമത്തിനും അതീതമാണ്. എനിക്ക് ദൈവം നൽകിയ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമുണ്ട്. എനിക്ക് ചില മൂല്യങ്ങളും ആദർശങ്ങളുമുണ്ട്. എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു ദൗത്യമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിത്വത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് സമൂഹത്തിൻ്റെ ധാരണകൾക്കും മാനദണ്ഡങ്ങൾക്കും അതീതമാണ്. അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് മാത്രമേ ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ പ്രതികരിക്കുകയല്ല, ഞാൻ പ്രവർത്തിക്കും. ഞാൻ പ്രതികരിക്കുകയല്ല, ഞാൻ പ്രവർത്തിക്കും. അവൻ പ്രകോപിച്ചു, ഞാൻ പ്രതികരിക്കുമെന്നത് അവനും സമൂഹവും പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ പ്രതീക്ഷകൾക്ക് അടിമയല്ല. ഞാൻ പ്രതികരിക്കുന്നതിന് പകരം ഞാൻ പ്രവർത്തിക്കും. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം, സ്വഭാവത്തിൻ്റെ നന്മ, കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതകൾ, അവൻ വിശ്വസിക്കുന്ന ആദർശങ്ങൾ, മൂല്യങ്ങൾ, ഇവയുടെ ആകെത്തുകയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ബാഹ്യമായ സമ്മർദ്ദം കൊണ്ട് നിയന്ത്രിക്കപ്പെടാതെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധമായ പ്രകടനം സംഭവിക്കത്തക്കവണ്ണം ഒരു സാഹചര്യത്തിൽ നിലപാടെടുക്കുമ്പോഴാണ് അവൻ പ്രവർത്തിക്കുന്നത്. അല്ലാത്തിടത്തോളം കാലം അവൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രതികരണങ്ങൾ നമ്മെ അടിമകളാക്കുമ്പോൾ പ്രവൃത്തികൾ നമ്മെ സ്വതന്ത്രരാക്കുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ബദ്ധിതരെ എന്ന് പറഞ്ഞാൽ അടിമകളെ വിടുവിക്കാനായിരുന്നു എന്ന് യേശു വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 18-ാം വാക്യം. അടിമകൾ എന്ന ആശയം വളരെ വിശാലമായ അർത്ഥത്തിലാണ് യേശു ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല. നാം നമ്മുടെ പ്രവണതകൾക്കും താരിപ്പുകൾക്കും സങ്കല്പങ്ങൾക്കും അടിമകളാണ്. We are slaves of our own impulses and instincts as well as the social conditioning that we have received. നമുക്ക് കിട്ടിയിട്ടുള്ള പരിശീലനങ്ങൾ അത് നമ്മെ അടിമത്വത്തിലേക്കാണ് വഴി നടത്തിയത് എന്നത് ഒരു വലിയ അർത്ഥത്തിൽ സത്യം തന്നെയാണ്. പരിശീലനം എന്നത് ഒരാൾ ഇപ്രകാരം മാത്രമേ പ്രവർത്തിക്കാവൂ എന്നതിൻ്റെ വഴിയൊരുക്കലാണ്. ഇറ്റ് ഈസ് റെജിമെൻറ്റേഷൻ. റെജിമെൻറ്റേഷൻ ഈസ് എൻ ഇനെവിറ്റബിൾ ഔട്ട്കം ഓഫ് സോഷ്യൽ ഫോർമേഷൻ. അത് മതപരമായ ഫോർമേഷനിലും അങ്ങനെ വരും, വിദ്യാഭ്യാസം കൊണ്ടങ്ങനെ വരും, സാംസ്കാരികമായ സ്വാധീനം കൊണ്ടങ്ങനെ വരും. എന്നാൽ അതിനെ അതിജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ വലിയ വലിയ സാധ്യതകൾ യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതിനെയാണ് ധാർമ്മികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മോറൽ ഫ്രീഡം എന്ന് പറയും. മോറൽ ഫ്രീഡം അതാണ് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ വളരെ വ്യാപകമായി പരന്നു കിടക്കുന്ന ഒരു വലിയ ആശയം. യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ഏതാണ്ട് ഒട്ടുമുക്കാലും കോർത്തിണക്കുന്ന ഒരു വിഷയമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? മനുഷ്യൻ്റെ അടിമത്തം എന്നാൽ എന്താണ്? നമ്മുടെ ജീവിതം നമുക്ക് ബാഹ്യമായ കാര്യങ്ങളോടുള്ള പ്രതികരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ അടിമകളാണ്. എന്നാൽ പ്രതികരിക്കുന്നതിന് പകരം എല്ലാ സാഹചര്യത്തിലും പ്രവർത്തിക്കുവാനുള്ള ഒരു ആത്മീയ അഖണ്ഡത, സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റി, ആ വ്യക്തിത്വത്തിൻ്റെ സുഭദ്രത, ദ സെക്യൂരിറ്റി ഓഫ് പേഴ്സണാലിറ്റി നമുക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന യേശുവിൻ്റെ സങ്കല്പം അത് യാഥാർത്ഥ്യമായി തീരും. അല്ലാത്തിടത്തോളം കാലം ഇപ്രകാരമുള്ള പ്രസ്താവനകൾ കേൾക്കാൻ കാതിന് ഇമ്പമാണ്, പക്ഷേ നടക്കാവുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയുള്ളൂ. അപ്രകാരം ഉപേക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളാണിത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന യുക്തിയും മർമ്മവും എന്താണ് എന്ന വസ്തുനിഷ്ഠമായി വിശദീകരിക്കുവാൻ ആളുകൾ കൂട്ടാക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കുവാനുള്ള താല്പര്യമില്ലാതെ പോയതുകൊണ്ടാണ്. അതിനൊരു വ്യത്യാസമുണ്ടാകണമെന്ന വലിയ താല്പര്യത്തോടു കൂടെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ
കഴിയുന്നത്രയും ലളിതമായി അവതരിപ്പിക്കുവാൻ ഈ കാലങ്ങളിൽ തത്രപ്പെടുന്നു. അപ്പോൾ ആരെങ്കിലും നിൻ്റെ ഒരു ചെകിട്ടത്ത് അടിച്ചാൽ മറ്റേ ചേടും കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെയും ഇവിടെ അടി കിട്ടണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ 2 or 3 പേർ എവിടെ കൂടിയാലും നിങ്ങൾക്ക് ബാഹ്യമായ ഘടകങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടിട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ മറന്ന് പ്രതികരിച്ച് മുൻപോട്ട് പോകുവാനുള്ള സാധ്യത എപ്പോഴും അഭിമുഖീകരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു വലിയ സാധ്യത ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രതികരിക്കുന്നതിന് പകരം പ്രവർത്തിക്കുവാനുള്ള ഒരു സാധ്യത. അതിൻ്റെ മാഹാത്മ്യം വാസ്തവത്തിൽ വേണ്ടതുപോലെ വിസ്തരിക്കുവാൻ, വിളിച്ചറിയിക്കുവാൻ എനിക്ക് ഭാഷാശക്തിയില്ല എന്നോർത്ത് ഞാൻ ഉള്ളിൽ കരയുകയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരാശയത്തെയാണ് നാം മനസ്സിലാക്കാൻ, ഒന്ന് പരിചയപ്പെടുവാൻ ശ്രമിക്കുന്നത്. നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകണമെങ്കിൽ പ്രതികരിക്കുന്നതിന് പകരം ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. ഒത്തിരി നാൾ മുൻപ് പ്രേംചന്ദ് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ, അദ്ദേഹം ഉറുദുവിലും ഹിന്ദിയിലും ഒന്നുപോലെ എഴുതിയിരുന്നു. ഉറുദുവായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി താല്പര്യം. അദ്ദേഹം എഴുതിയൊരു കഥയിൽ ഒരുത്തൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരുത്തൻ വഴിയിൽ വളരെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒരു ലിഫ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം നല്ല മനുഷ്യനാണ്, ആരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധനാണ്. കയറിക്കോ എന്ന് പറഞ്ഞിരുത്തി. കുതിര കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൂടെ കയറിയവൻ കുതിരയുടെ ഉടമസ്ഥനെ തള്ളിയിട്ടിട്ട് കുതിരയും കൊണ്ട് വേഗം ഓടിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം കള്ളൻ വിചാരിച്ചെന്താ അവന് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കുതിരയെ കൊണ്ടുപോയിക്കോ, എനിക്കൊരു പ്രയാസമില്ല, പക്ഷേ ഇതാരോടും പറയരുത്. അപ്പോൾ കള്ളൻ ഇത് കുറച്ചുകൂടി ഒരു ചിന്താക്കുഴപ്പമുണ്ടാക്കി. എന്താണ് ഇവൻ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര കേണപേക്ഷിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിച്ചപ്പോൾ നിങ്ങൾ എന്നോടിത് ചെയ്തു എന്ന് ലോകമറിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരുടെ മധ്യത്തിൽ പരസ്പര വിശ്വാസം കെട്ടുപോകും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന ആ ഒരു കഥയിൽ വായിച്ചതായി, മുൻഷി പ്രേംചന്ദിൻ്റെ കഥയിൽ വായിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആ സാഹചര്യത്തിലും ആ നല്ല മനുഷ്യൻ പ്രതികരിക്കുകയല്ല, പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആളുകൾ പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? യേശുവിൻ്റെ പഠിപ്പീരുകൾ പലപ്പോഴും ഉള്ളതാണ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ചെയ്യുന്നതിൽ കൂടെയാണ് നാം നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ മൂല്യങ്ങളെയും സാക്ഷാത്കരിക്കുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ കൂടെയാണ് നമ്മുടെ വ്യക്തിത്വം വളരുന്നത്, നമ്മുടെ സ്വഭാവം വികസിക്കുന്നത്, ദൃഢം പ്രാപിക്കുന്നത്. ഇത് വളരെയധികം ശ്രദ്ധേയമായൊരു മർമ്മമാണ് എന്നൊരിക്കൽ കൂടെ പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.